ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിളക്കന്നൂർ ടൗണിൽ നിന്ന് പടപ്പേങ്ങാട് പോണ റൂട്ടിൽ ബസ് റൂട്ടിനോടൊക്കെ ചേർന്ന് ഹൗസ് പ്ലോട്ടൊക്കെ ആക്കാൻ പറ്റിയ ഒരു ഒരേക്കർ 25 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടോ. അതാണ് ഈ കാണുന്ന തന്നെയാണ് പ്ലോട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ വിളക്കന്നൂർ ചർച്ചിന്റെ അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലത്തിൽ മടക്കാട് പടപ്പേങ്ങാട് പോണ റൂട്ടിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് വരുന്ന വിളക്കന്നൂരിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണുള്ളത് ഇങ്ങോട്ട് കേട്ടോ. ഇതാണ് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മടക്കാട് അതുപോലെ പടപ്പേങ്ങാടൊക്കെ പോണ റോഡാണ് കേട്ടോ. അങ്ങോട്ട് ബസ് റൂട്ട് ഉള്ളതാണ്. പടപ്പേങ്ങാടിന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണല്ലോ കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് നടുവിലാണ്, വില്ലേജ് നടുവിൽ തന്നെയാണ് കേട്ടോ. പിന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ്. ഇനി അങ്ങനെ അടുത്തൊക്കെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് കേട്ടോ. അങ്ങനെ അടുത്ത് ഇങ്ങോട്ടൊക്കെ ആണെങ്കിലൊക്കെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് ഇതാക്കണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അടുത്ത് ആക്കണം അതിനോട് ചേർന്ന് തന്നെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണൂരിനൊക്കെയാണ് നമ്മൾ ഈ പ്ലോട്ടിലോട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏകദേശം 47 കിലോമീറ്റർ ദൂരമുള്ള. അതുപോലെ തന്നെ നമുക്ക് തളിപ്പറമ്പൊന്നും വരാം. അവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണേ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇപ്പം നമ്മൾ ഈ പ്ലോട്ടിനകത്ത് ചെറിയൊരു വീടെല്ലാം ഉണ്ട്. ആ കാണുന്നതിനാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ നേരെ മുറ്റത്തേക്ക് തന്നെ കൊണ്ട് ചെല്ലാൻ സൗകര്യത്തിനുള്ള തന്നെ വഴിയെല്ലാം ഉണ്ട്. ഇനി ഞങ്ങൾ വരി നമ്മളെ ഈ പ്ലോട്ടിൻ്റെ അടുത്ത് നമുക്ക് ചപ്പാരപ്പടവ് നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുമ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ചപ്പാരപ്പടവ് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് 3 കിലോമീറ്റർ ദൂരമുള്ളത്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ നടുവിലോട്ടും ഒരു 3 കിലോമീറ്റർ ദൂരം തന്നെയാണുള്ളത്. അവിടെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കേട്ടോ. പിന്നെ വായാട്ടുപറമ്പാനുള്ള അടുത്ത് നമുക്ക് വേറെ ടൗൺ പറഞ്ഞാൽ അങ്ങോട്ട് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുള്ള അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരുവഞ്ചാൽ ഹോസ്പിറ്റൽ ഉണ്ട്. നമുക്ക് 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കരുവഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചപ്പാറപ്പടം എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമുക്ക് ഒടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ട് 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ അടുത്ത് ആരാധനാലയങ്ങൾ പറഞ്ഞാൽ വിളക്കന്നൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചർച്ചലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പടപ്പേങ്ങാടിന് 2 കിലോമീറ്റർ അവിടെ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കിടക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത് ഇതാ ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. മേലെ വരെ ഒരേ വീതിക്ക് തന്നെ കിടക്കുന്ന സ്ഥലം. 1 ഏക്കർ 25 സെൻറ്റ് സ്ഥലം ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങത്തെ അതേ വീതിക്ക് തന്നെ നമുക്ക് മേലെ വരെ കിടക്കണം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലോട്ടൊക്കെ ആയിട്ട് തിരികെ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് ഒരു റോഡ് വെട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ വേണമെങ്കിൽ പ്ലോട്ടാക്കി 10 സെൻറ്റ് 20 സെൻറ്റ് ഒക്കെ ആൾക്കാർക്ക് എന്താ ആവശ്യത്തിനനുസരിച്ച് പ്ലോട്ടുകളാക്കി മുറിച്ച് കൊടുക്കാനും പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അങ്ങോട്ട് കണ്ടലങ്ങൾ ഇഷ്ടം പോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ആരാധനാലയം വരുന്നത് നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററിൽ വിളക്കന്നൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചർച്ച് ഉണ്ട്. ക്രിസ്ത്യൻ ചർച്ചിലോട്ട് പോകാൻ നമുക്ക് വെറും 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നമുക്ക് എന്താ പറയുക ഓട്ടോയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 മിനിറ്റ് കൊണ്ട് നമുക്ക് പള്ളിയിലോട്ട് പോയി വരികയൊക്കെ ചെയ്യാം അല്ലേ. പിന്നെ നമുക്ക് മുസ്ലിം പള്ളി വരുന്നത് പടപ്പേങ്ങാടാണ് വരുന്നത്. പടപ്പേങ്ങാടിന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമായിട്ട് ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്ന പടപ്പേങ്ങാടിനാണ്. അപ്പോൾ എന്താ പറയാ ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയിട്ട് കാണല്ലേ, പോയി കാണിക്കാം അല്ലേ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് വരുമ്പോൾ ഇപ്പം നിലവിൽ നമ്മളൊരു പ്ലോട്ടിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആദായത്തിനായിട്ട് പറഞ്ഞാൽ കുറച്ച് റബ്ബറുകൾ ഏകദേശം 150ഓളം 105 ഇനത്തിൽ പെട്ടിട്ടുള്ള കുറച്ച് റബ്ബറുകളും അതുപോലെ തെങ്ങുകളുണ്ട്. തെങ്ങുകൾ ഏകദേശം ഒരു 10-13ഓളം തെങ്ങുകളുണ്ട് കേട്ടോ. കായ്ക്കുന്ന തെങ്ങുകൾ വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിനകത്തോട്ട് വീടിൻ്റെ മിറ്റം വരെ ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാണുന്നത് ഞാൻ നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ വീട് കുറച്ച് പഴയ വീടാണ് കേട്ടോ. ചെറിയ രീതിയിൽ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക ഓണർപ്പോടെ നാട്ടിലില്ല അങ്ങോട്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഈ വീട് വേണ്ടെന്നുണ്ടെങ്കിൽ പഴയ വീട് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് അതേമാതിരി പുതിയ സൂപ്പർ നല്ല മോഡലുള്ള വീടുകൾ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വെക്കുകയും ചെയ്യാം. ബാക്കി സ്ഥലത്ത് വേണമെങ്കിൽ കൃഷി സ്ഥലമായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം വ്യൂ എന്ന് പറഞ്ഞാൽ പ്ലോട്ടുകളായിട്ട് മുറിച്ച് കൊടുക്കാനും പറ്റും. നമുക്ക് ഈ ഒരു പ്ലോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലത്ത് കൃഷി ചെയ്യാനും അതല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് മുറിച്ച് എന്താ പറയുക പ്ലോട്ടുകളായിട്ട് മുറിഞ്ഞു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അധികം കുന്നുമലകളുള്ള സ്ഥലങ്ങളല്ല, നല്ല മണ്ണുള്ള സ്ഥലം കേട്ടോ. വെട്ടുകല്ലോ കരിങ്കൽ പാറ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. ഇനിയിപ്പോൾ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല മണ്ണുള്ള വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറാണുള്ളത്. കിണറിന്റെ എല്ലാം ചുറ്റുഭാഗം കെട്ടിയിട്ടല്ലാണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾ ഈ ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഇതുവരെ നേരിട്ടിട്ടില്ല. വെള്ളമൊക്കെ ഈ എന്താ പറയുക 365 ദിവസം വെള്ളം കിട്ടും. അതെ.
അപ്പോൾ വെള്ളത്തിന് സൗകര്യം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ പ്ലോട്ടിൻ്റെ കുറച്ച് മേലെ ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ റബ്ബറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക് അങ്ങോട്ട് മുകളിലോട്ട് പോകാണ്ടെങ്കിൽ ഫുള്ള് നല്ല മണ്ണുള്ള സ്ഥലം കേട്ടോ. കുന്നോ മല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, എല്ലായിടത്തേക്കും നമുക്ക് നടന്നെത്താൻ പാകത്തിനുള്ള നല്ലൊരു പ്ലോട്ട് തന്നെ കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ടും കൂടിയും പോയേക്കല്ലേ, ആയിക്കോട്ടെ. നമ്മൾ പ്ലോട്ടിൻ്റെ കുറച്ച് മേലെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കണം കേട്ടോ. അതാണ് അങ്ങ് ആ കാണുന്നതാണ് വീട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ വീടാണ് ആ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണേ ഈ ഒരു സൈഡ് ഇതാ അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. ഇവിടെ കമ്പി വേലിയിലിട്ടിട്ട് അതിൽ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണം. നമ്മളെ പ്ലോട്ട് മൊത്തം ഇതേപോലെ കമ്പി വേലിയിലിട്ട് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. ഇനി ഭാവിയിൽ ഇങ്ങനെ അതിരിതർക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫുൾ അളന്ന് ക്ലിയർ ആക്കിയിട്ട് ഇട്ടേക്കുന്ന സ്ഥലം തന്നെയാണ്. അതെ. ഇനി നമുക്ക് നമ്മൾ ഈ പ്ലോട്ടിനകത്തുള്ള റബ്ബർ മരങ്ങൾ കാണിച്ചു കൊടുക്കട്ടോ. റബ്ബറുകൾ പറഞ്ഞാൽ ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല നല്ല കിടില റബ്ബർ മരങ്ങളാണ് കേട്ടോ. 105 ഇനത്തിൽ പെട്ടിട്ടുള്ള 150ഓളം റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. ഇത് ഏകദേശം ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ടാപ്പിംഗ് ആക്കിയ ഭാഗം തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ടാപ്പിംഗ് ആണ്. എവിടെയും മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിക്ക് നോക്കുന്ന എന്താ പറയുക റബ്ബറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ മേളിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. റബ്ബർ കണ്ടില്ല നിങ്ങളൊക്കെ നല്ല നല്ല റബ്ബറുകളൊക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറുകളാണ്. ഈ ഒരു പ്ലോട്ടൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ നല്ല രീതിക്ക് ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. അടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് അതിര് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിരെല്ലാം ഫുള്ള് കമ്പി വേലിയെല്ലാം ഇട്ട് ഫുള്ള് ബൗണ്ടറി ക്ലിയർ ആക്കിയിട്ടേക്കാണ്. മേലെ വരെ ഇതേപോലെ കമ്പി വേലിയിട്ട് അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. പിന്നെ അതിര് വഴിയിൽ അതേപോലെ തേക്ക് പോലത്തെ മരങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിന്റെ മേലെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒരു പ്ലോട്ടിന്റെ ആ ഒരു സൈഡ് വഴി റോഡ് മേലെ വരെ ഒരു റോഡാക്കി കഴിഞ്ഞാൽ 10 സെന്റ് 20 സെന്റ് ഒക്കെ ആയിട്ട് പ്ലോട്ടുകളൊക്കെ ആക്കി മുറിച്ച് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല നല്ല വീടുകൾ വെക്കട്ടോ. നല്ല അടിപൊളി വീടുകൾ വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ സ്ഥലമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും. നല്ല അടിപൊളി കിടിലൻ സ്ഥലം തന്നെയാണ്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് പ്ലോട്ട് വരുന്നത്. കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ബസ് റൂട്ടിനോട് തൊട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതല്ല നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇതേപോലെ ഈ ഒരു സ്ഥലം വേണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ വിറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളതും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. ബൈ ബൈ.